ഗായ്സ് ഏജ് ഒക്കോട്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഏഞ്ചൽ പേരിൽ ഒന്നിന് ഫംഗസ് അടിച്ചിരിക്കുകയാണ്. അതിന് ടെയിലെല്ലാം കട്ടയായി പോയിട്ടുണ്ട്. ബോട്ടം ടൈലാണ് കട്ടായത്. മറ്റേ ഏഞ്ചലിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതിനെ കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിൻറോട്ട് അടിച്ചൊരു ഫൈറ്ററിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു പാത്രം താഴത്തുണ്ടായിരുന്നു. അത് വൃത്തിയാക്കി ഫൈറ്ററിനെ വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈറ്ററിനെ പിടിച്ച് ബക്കറ്റ് വൃത്തിയാക്കാൻ എടുത്തിട്ടുണ്ട്. ബക്കറ്റ് വൃത്തിയാക്കലൊക്കെ കുറച്ച് പണിയാണെങ്കിലും കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ബക്കറ്റിൽ വെള്ളം നിറയുന്ന നേരം കൊണ്ട് നമുക്ക് ഫൈറ്ററിനെ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാം. ഞാനിവിടെ ഒരു അക്വേറിയമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഫൈറ്ററിനെ ഞാൻ മാറ്റണത്. ഫൈറ്ററിൻ്റെ ടോപ്പ് ഫിന്നിൽ ട്രാൻസ്പെറൻ്റായി കാണുന്നത് ടെയിൽ വളർന്നു വരുന്നതാണ്. സ്പിൻ റോട്ട് അടിച്ച് ടെയിൽ വളർന്നു വരുമ്പോൾ വളർന്നു വരുന്ന ഭാഗം ആദ്യം ട്രാൻസ്പെറൻറ്റും പിന്നെ അതിന് കളർ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ എല്ലാം സെറ്റാക്കി ഫൈറ്ററിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി പാത്രം കഴുകാം. ഇനി പാത്രത്തിലുള്ള സൈഡിലുള്ള ആൽഗയെല്ലാം നന്നായി ഉരച്ച് കഴുകണം. എന്നിട്ട് അതിൽ വെള്ളം നിറച്ച് സെറ്റാക്കണം. അങ്ങനെ വെള്ളമെല്ലാം നിറച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തുള്ളി മെത്തലിൻ ബ്ലൂ ഒറ്റിച്ച് കൊടുക്കണം. അതിൻ്റെ വീഡിയോ ഇടാൻ മറന്നുപോയി. ഇനി എൻ്റെ അടുത്തുള്ള കുറച്ച് മിക്സഡ് കപ്പികളെ അക്വേറിയത്തിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന നീല പാത്രത്തിലുള്ളതാണ് എൻ്റെ മിക്സഡ് കപ്പികൾ. ഒന്നിനും പിടിക്കാൻ കിട്ടില്ല, നല്ല ഫാസ്റ്റിലാണ്. ഇന്നിതിൽ ഏതോ ഒരു ഫീമെയിൽ ബ്രീഡായിട്ടുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇതിൽ കാണാൻ കഴിയും. അങ്ങനെ മിക്സഡ് കപ്പികളെല്ലാം പിടിച്ച് അക്വേറിയത്തിലേക്ക് ഇടുകയാണ്. അക്വേറിയത്തിൽ നിന്ന് ഇനി ഏഞ്ചലിനെ പിടിക്കണം. ഏഞ്ചലിനെ പിടിക്കാൻ കുറച്ച് പണി. അങ്ങനെ ഏഞ്ചലിനെ പിടിച്ചിട്ടുണ്ട്. ഇനി അതിന് ടെമ്പറേച്ചർ എല്ലാം സെറ്റായി കുറച്ച് സമയം കാത്തിരുന്നതിന് ശേഷം അതിലേക്ക് ഇറക്കി വിടണം. പിന്നെ ഇറക്കി വിടുമ്പോൾ മൊയിനയായി കൊടുക്കണം. ലൈഫ് ഫീഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ 2 തുള്ളി മെത്തലിൻ ബ്ലൂ ഒറ്റിച്ച് കൊടുക്കണം. മെത്തലിൻ ബ്ലൂയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ അടുത്ത് 2 മാർബിൾ ഏഞ്ചൽസ് ആണുള്ളത്. ഇതാണ് എൻ്റെ ഏഞ്ചൽ പെയർ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജെൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ മെത്തലിൻ ബ്ലൂ ആണ്. അപ്പോൾ എൻ്റെ ബെറ്റയെ കാണിച്ചു തരാം. ബെറ്റ ഇപ്പോൾ കുറച്ച് സ്ട്രെസ്ഡ് ആണ് വെള്ളം മാറിയതിനാൽ. എങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ അതിന് ട്രാൻസ്പെറൻ്റായി കാണുന്ന ടെയിലും കളർ വരുന്നതെല്ലാം കാണാൻ കഴിയും. ഏഞ്ചലിൻ്റെ ട്രീറ്റ്മെൻറ്റും അപ്ഡേഷൻസും എല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ബൈ.